അയ്യോ, ഞാനെന്താ കരഞ്ഞതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഇനി വരാമോന്ന ചില പ്രകടനങ്ങൾ കണ്ട നിങ്ങൾ ചിരിച്ച് കരഞ്ഞു പോകും. ഉറപ്പാ. അമ്പട ഞാനേ നമ്മളെല്ലാവരെയും അഭിനയത്തിൻ്റെ വിഭിന്ന ഭാവങ്ങൾ നമ്മുടെ സ്വന്തം പച്ചാളം ബാസിയേട്ടൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അഡീഷണൽ കുറേ ഭാവങ്ങൾ ഇടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതല്ല ഞാൻ എന്താണ് ഈ നാ എന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കും. നായകൻ്റെയും നായികയുടെയും ഭാവങ്ങൾ നാരങ്ങയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞിട്ടുള്ളത്. ചില കുട്ടികൾ നാരങ്ങ കഴിച്ചുണ്ടാക്കുന്ന ഭാവങ്ങൾ അത് നമ്മുടെ എല്ലാ നടന്മാരും നടിമാരും കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഒന്ന് കണ്ടു നോക്കാം. Did we have him right or what? വൈകുണ്ഠപുരവാസനേ ശ്രീരംഗനാഥനേ. ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞാൽ നീ നിൻ്റെ പാട്ടിന് പാടാന്ന്. അന്ന് ഞാൻ പാട്ടിന് പോയിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഞാനൊരു പാട്ടുകാരനായേനെ. പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ചെറുപ്പത്തിൽ ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി അവന് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ വലുതാകുമ്പോൾ അവൻ നല്ലൊരു കലാകാരനായി തീരുള്ളൂ. ഉറപ്പാണ്. ആദിസത്യതാളമാർന്നതിവിടെ ബോധനില പാൽക്കടഞ്ഞും മാമുനിമാർ തപം ചെയ്തും നാദഗംഗ ഒഴുകി വന്നതിവിടെ മാനം ഒരു രാഗമേഘം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങു വാവാവൂ ചാംചക്കം
അപ്പം പറയുന്നതായിട്ട് പാട്ട് പഠിക്കാൻ പോയില്ലെങ്കിലും സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ മിമിക്രി അറിയാലോ അല്ലേ. ആരാ മോനെ ദിനേശ ഈ ഏർപ്പാടത്തരം ചെയ്ത നീയാ? ഇതാരും ചെയ്താലും ഇതെല്ലാം പെറുക്കിക്കെട്ടി പൂളിയിലെത്തിക്കണം. പൂളി എൻ്റെ തറവാടത്. അങ്ങനെ ലാലേട്ടൻ ഒരു തെരുമൂൾ നിന്ന് കത്തിച്ചാമ്പലാൻ പോകും. MP-യുടെ കൊട്ടാരത്തുമ്പ് റൈഫൽ പോലീസിൻ്റെ കാവൽ. ഇങ്ങനെ മമ്മൂട്ടി ഒരറിവും ചെറുതല്ല. ധാ പോയി ഭേ വന്നു സുരേഷ് ഗോപി. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് താരങ്ങൾ അനുകരിച്ചിരുന്നു. ഞാൻ ആലോചിച്ച് പോവാണ് എൻ്റെ ആ ബാല്യകാലം. മോഹൻലാൽ കാണിച്ചു. അടുത്തായിട്ട് മമ്മൂട്ടി. മുഖത്ത് നല്ല പാവം. അടുത്തായിട്ട് അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ ആ തകർത്ത്. അടുത്തായിട്ട് വരിയിലേക്ക് വരാൻ പോകുന്ന മുരളീധരൻ. അത് കൊള്ളാം. പിന്നെ അടുത്ത കർണാടക അങ്ങോട്ട് കൂലിങ് അങ്ങോട്ട് പറഞ്ഞു. അടുത്തായിട്ട് ശരത്ത്. ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ട് മതി. 2 ഉറപ്പാണ്. അടുത്തായിട്ട് ശരത്ത്. പിന്നെ അടുത്തായിട്ട് കുലിങ്ങല്ലേ. അടുത്തായിട്ട് സത്യൻ്റെ ഇപ്പൊ ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അതല്ലേ ഇവിടോട്ട് കൈവെക്ക്. മുഖത്ത് പാവം വരല്ലേ. ഇനി അടുത്തായിട്ട് ഏതാ ഉള്ളത്? അടുത്തത് തിലകൻ. നല്ലതായിട്ട് പറ. പകച്ചു പോയി എൻ്റെ ബാല്യം. അല്ല, എൻ്റെ ബാല്യം കണ്ടിട്ട് നിങ്ങൾ പകച്ചു പോയില്ലേ? പകച്ചു പോകും. ചിരിയോ ചിരി മനുഷ്യനെ കറക്കുന്ന മരുന്നാണളിയോ. ചിരിയോ ചിരി ആയുസ് കൂട്ടുന്ന മരുന്നാണളിയോ. ചിരി എന്ന് പറഞ്ഞ സാധനം ആയുസ് കൂട്ടും. പലതരം ചിരിയുണ്ട്. പുഞ്ചിരി, പല്ലുകാട്ടിച്ചിരി, പൊട്ടിച്ചിരി, കൊലച്ചിരി, കബൂറാക്കിച്ചിരി, പുച്ചച്ചിരി, അങ്ങനെ പല ചിരിയുണ്ട്. പക്ഷെ നമുക്കെല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ മഞ്ഞ് പോലെ മനസ്സുള്ള കുഞ്ഞുങ്ങളുടെ ചിരി. സാരിഗോ രേഖമോ. Is that funny? ശരാ, ഞാൻ ആലോചിക്കാം, കുട്ടിക്കാലത്ത് ഞാൻ പൊട്ടിച്ചിരിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടി പൊട്ടിക്കരയായിരുന്നു. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷേ ചില കുട്ടികളുടെ കരച്ചിൽ കണ്ടാൽ നമ്മളറിയാതെ പൊട്ടിച്ചിരിച്ചു പോകും. ഇതേ കണ്ടു. You're so fat.
Yay! Yay! Somewhere over the rainbow, birds fly over the rainbow, fly them I can't die. And you really wanna show it if you're happy and you don't stomp your feet. If you're happy and you know it, clap your hands. I'm sorry. Will we sing another? You're okay. Is mommy mean? I love you, baby. You're okay. Oh. Don't cry. Oh, it's okay. Oh. Good. ബാലവേല നമ്മുടെ നാട്ടിൽ നിരോധിച്ചിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. പക്ഷേ സ്വന്തം വീട്ടിലെ ജോലികൾ കുട്ടികൾ സ്വന്തമായിട്ട് ആരുടെയും പ്രേരണയില്ലാതെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ദേ ഇതുപോലെ ഈ ബാലവേലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലെ ബാലൻചേട്ടനെ കുറിച്ച് ഓർക്കുന്നത്. ബാലൻചേട്ടൻ വേലക്ക് പോവില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയണം, ഞാൻ ബാലനാണ്, അപ്പം എനിക്ക് ജോലിക്ക് പോകണ്ടെന്ന്. ഇതാണോ ബാല വേല? കുട്ടികളും പട്ടികളും. ആഹാ, നല്ല രസമല്ലേ? കുട്ടി പട്ടി. തമാശ പറഞ്ഞല്ല, ഈ കുട്ടികളും പട്ടികളും, പട്ടികൾ മാത്രമല്ല കുട്ടിയും പട്ടിയും പൂച്ചയൊക്കെയായിട്ട് ഇടപെടുന്നത് വളരെ സന്തോഷകരമായിട്ടാണ്. ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടില്ല. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ.
ഒന്നാംകിളി രണ്ടാംകിളി മൂന്നാംകിളി മാവിന്മേൽ കണ്ടുകിളി കണ്ടു കൊണ്ടുവരണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി അഞ്ചാംകിളി ആറാംകിളി അങ്ങോട്ട് കത്തി ഇങ്ങോട്ട് കത്തായി. ഈ കിളികൾ എന്ന് പറഞ്ഞ സംഭവം ഇപ്പം തന്നെ ഇത്രയും കിളികൾ വന്നപ്പോൾ തന്നെ ഒരു മരത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തായി. അവർ തമ്മിൽ തന്നെ. പിന്നെ ഈ കിളികൾ കൊച്ചു കൊച്ചു കുട്ടികളെ കണ്ട വെറുതെ വിടൂല. ഇത് നമ്മുടെ മലയാളി നാട്ടിലെ അവസ്ഥ. മറുനാട്ടിൽ പോയാലും അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെ. ഈ പയ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് മലയാളത്തിലൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ഓ ഓ കിളി പോയി. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഏതെങ്കിലും ഒരു കസേരയിലേക്ക് വലിഞ്ഞു കയറി അപ്പം തന്നെ മാതാപിതാക്കളെല്ലാം ഓടി വന്ന് അയ്യോ കയറില്ലേ കാലൊടിയും കൈയൊടിയും എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിനെയും പേടിപ്പിക്കും, അവരും പേടിക്കും, നാട്ടുകാരെ മൊത്തം പേടിപ്പിക്കും. പക്ഷേ വിദേശത്ത് അവിടെ അങ്ങനെയല്ല. അവർ കുട്ടികളെ വെറുതെ താഴെ നിൽക്കുന്ന കുട്ടികളെ പെടച്ച് മേളി കയറ്റാനുള്ള ട്രെയിനിങ് വരെ കൊടുക്കും. ഇത് കണ്ടു നോക്കും. This is what I like to call the candy challenge. Avery, how old are you? You're 4. Logan, how old are you? 2? Yeah. You just turned 3. Ready? Avery, go get a piece of that candy. Spider-Man, Spider-Man, does whatever a spider can. Spins a web any size, catches thieves just like flies. Look out, here comes the Spider-Man. Okay, let's see you do it. Is he strong? Yes, and what? He's got radioactive blood. Can he swing from a thread? Take a look overhead. Hey there goes the Spider-Man. In the chill of night, at the scene of You got it. like a streak of light. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴും എനിക്ക് ഭക്ഷണം തരുമ്പോൾ അമ്മ പറയാറുണ്ട്, മോനെ നീ നിൻ്റെ പ്രായത്തിലും കവിഞ്ഞ പ്രകടനമാണല്ലോടാ ഈ ഭക്ഷണ കാര്യത്തിൽ കാണിക്കുന്നതെന്ന്. ഇതെൻ്റെ കാര്യം. പക്ഷേ വേറെ ചില കുട്ടികളുണ്ട്, അവർ ശരിക്കും പ്രായത്തിൽ കവിഞ്ഞ പ്രകടനമാണ് കാണിക്കുന്നത്.
ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ സംശയം തീർക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പറയണം. എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വർഷം? ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? അയ്യോ, തമിഴ്നാട് ഗവർണറുടെ പേര്? മതി. ഇങ്ങനെ നിങ്ങൾ ചോദിക്കണതിന് മുഴുവൻ ഉത്തരം പറയാനായിട്ട് എനിക്ക് പറ്റുമൊന്നുമില്ല. നീ കൊച്ചിനെ പോലെ. Hi, baby. Hi, How are you? I'm fine. What is your name? My name is Ayat. Ayat, you have a beautiful name, just like you. How old are you? I'm 4 years old. Very good. Ayat, I want to ask you some questions about India. Will you answer me? Yes. Who is the father of our nation? Mohandas Karamchand Gandhi. Who is the president of India? Pranab Mukherjee. Very good. Who is the prime minister of India? Narendra Modi. Very good. What is the capital of India? New Delhi. Good. What is the financial capital of India? Mumbai. I live in Mumbai. Very good. What is our national language? Hindi. What is our national animal? Tiger. It's very gentle. It's living in the zoo. Yeah. Yeah. And which is our national bird? Oh, it's my favorite, peacock. When rain comes, so he open the feathers and dance this side and this side. Very good. Have you seen a peacock dancing? Yes. Nice. And which is our national flower? Lotus is my favorite flower. I love lotus. Really? Really. And our national tree? Banyan tree. National fruit? Mango. I love mangoes. Can I ask you the capitals of the states? Yes. You know all the capitals? Yes. Andhra Pradesh? Vijayawada. Arunachal Pradesh? Itanagar. Assam? Dispur. Bihar? Patna. Chhattisgarh? Raipur. Goa? Panaji. Gujarat? Gandhinagar. Haryana? Chandigarh. Very good. Himachal Pradesh? Shimla. Jammu and Kashmir? Srinagar. Jharkhand? Ranchi. Karnataka? Bengaluru. Kerala? Tiruvaramanthapuram. Ayat, you're superb. You're just too good. You know the union territories? Yes. Can you tell me? Yes. Which are the union territories? Tell me. Andaman Nicobar, Chandigarh, Dadra and Nagar Haveli, Daman and Diu, Puducherry, Delhi, Lakshadweep. My God. You know the capitals of these union territories? Yes. What is the capital of Andaman and Nicobar? Port Blair, Very good. Dadra and Nagar Haveli? Silvassa, Daman and Diu? Daman. Ayat, you're superb. I love you. I love you. I love you. You're too good. Thank you. മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമതിച്ചല്ലോ. ദൈവമേ, ബൈജു ജോസിന് വട്ടായ? വട്ടായോന്നാ? വട്ടായതല്ല, കുട്ടിയായതാ. ഈ കുട്ടികളുടെ ചിരിയും കളിയൊക്കെ കണ്ട് കണ്ട് ഞാനൊരു കുട്ടിയാണോ എന്നൊരു തോന്നല്. അപ്പൊ അങ്കിൾ, ഇനി നമുക്ക് നാളെ കാണാം. ബൈ ബൈ.